തൊണ്ടി മുതൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന്റെ അപ്പീലിൽ അടുത്ത മാസം 2-ന് വാദം ആരംഭിക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആന്റണി രാജുവിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ചു. 3 വർഷത്തെ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാണ് ആന്റണി രാജുവിന്റെ ആവശ്യം. സിജോ വി ജോൺ ചേരുകയാണ് വിശദാംശങ്ങളുമായി. സിജോ, വാദം അടുത്ത മാസം, അതായത് ആന്റണി രാജുവിന്റെ അപ്പീലിൽ വാദം അടുത്ത മാസം 2-ന് ആരംഭിക്കും. അപ്പോൾ ശിക്ഷ റദ്ദാക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം അത് എങ്ങനെയായിരിക്കും അദ്ദേഹം കോടതിയിൽ അവതരിപ്പിക്കുക? അത് ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക നീക്കമാണ് എന്ന് പറയേണ്ടി വരും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് എത്തി നിൽക്കുകയാണ്. ആന്റണി രാജുവിന്റെ കാര്യത്തിൽ ഈ ശിക്ഷാവിധി സ്റ്റേ ചെയ്താൽ മാത്രമേ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള അയോഗ്യത തുടരുകയും അതോടൊപ്പം തന്നെ പിന്നീട് ഈ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് 6 വർഷം കൂടെ കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ശിക്ഷാവിധി വന്നതിന് പിന്നാലെ അതിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അത് സംബന്ധിച്ച കോടതി ഹർജി നൽകിയിരുന്നത്. ഇന്ന് ആ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ഇത് ഹർജി ഫയലിൽ സ്വീകരിച്ചതായി അറിയിച്ചിട്ടുണ്ട്. ഇനി അടുത്ത മാസം 2-ാം തീയതി മുതൽ ഇതിൽ വിശദമായ വാദം കേൾക്കും. പരമാവധി 14 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളായിരുന്നു ആന്റണി രാജുവിനെതിരെ ഉണ്ടായിരുന്നത്. പക്ഷെ 3 വർഷത്തെ ശിക്ഷയാണ് ലഭിക്കുകയും ചെയ്തിരുന്നത്. ഈ ശിക്ഷാവധി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. അതിൽ പ്രോസിക്യൂഷൻ നിലപാട് എന്താകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കേസിൽ 14 വർഷം ശിക്ഷ ലഭിക്കുമെങ്കിലും 3 വർഷത്തെ ശിക്ഷ മാത്രമാണ് നൽകിയിരുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചു. അത് കുറഞ്ഞു പോയി എന്നുള്ളൊരു വാദമാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഇതിനെതിരെ അപ്പീൽ നൽകാൻ നടപടികൾ തുടരുന്നുവെന്നാണ് പറയുന്നത്. പക്ഷെ ഇതുവരെയും അപ്പീൽ നീക്കവുമായി കോടതിയെ സമീപിക്കാൻ പ്രോസിക്യൂഷൻ തയ്യാറായിട്ടില്ല. എന്തായാലും പ്രോസിക്യൂഷൻ ഒരു നിലപാടും ഈ കേസിൽ വളരെ നിർണായകമായി മാറുകയും ചെയ്യും.